ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയപ്പെടാൻ കഴിയാത്ത ആ പരമശക്തിക്ക് ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുക്കളെ കൊണ്ടും നശിപ്പിക്കാൻ സാധിക്കുകയില്ല. മായയ്ക്ക് ഈശനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം മായയുടെ വിലാസങ്ങളാൽ ഈശശക്തിക്ക് ഒരു കോട്ടവും തട്ടുകയില്ല. എന്നാൽ ഈശൻ്റെ ഇച്ഛയ്ക്ക് വിധേയമാണ് ഈ പ്രകൃതി വിഭവങ്ങൾ എല്ലാം തന്നെ. അവയ്ക്കാണ് മായ എന്ന് പറയുന്നത്. ഉണ്ടായതെല്ലാം ഇല്ലാതെയാക്കുന്ന കാലത്തിന് ഈശനെ സ്പർശിക്കാനാകില്ല. ഉണ്ടായതിനെയൊക്കെ ഇല്ലാതെയാക്കുന്നതാണ് കാലം. ആ കാലത്തിന് ഈശനെ സ്പർശിക്കാനൊട്ട് സാധിക്കുകയുമില്ല. കാരണം ഇതിൽ നിന്നെല്ലാം അതീതമായ ശക്തിവിശേഷത്തിനാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഉണ്ടായതെല്ലാം ഇല്ലാതെയാക്കുന്ന കാലത്തിന് ഈശനെ സ്പർശിക്കാനാകില്ല. ഉണ്ടായതിനെയൊക്കെ ഇല്ലാതെയാക്കുന്ന ആ കാലശക്തിക്ക് പോലും ഈശനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈശനാണേവർക്കും അച്ഛൻ. നമുക്കെല്ലാം പിതാവായിരിക്കുന്നത് ഈശനാണ്. ഈശനാണേവർക്കും അച്ഛൻ, ദേവിതാൻ അമ്മയേവർക്കും. ഈ മായയാകുന്ന ദേവിയാണ് എല്ലാവർക്കും അമ്മ. അതിൽ നിന്നാണ് നാം ഓരോരുത്തരും, ആ ദേവിയിൽ നിന്നാണ് നാം ഉണ്ടായത്. ഉണ്ടാവാൻ കാരണഭൂതമായിരിക്കുന്നത് പിതാവായിരിക്കുന്ന ഈശനുമാണ്. ഈശനാണേവർക്കും അച്ഛൻ, ദേവിതാനമ്മയേവർക്കും. അമ്മയും അച്ഛനും അല്ലാതെ സത്യമായി മറ്റൊന്നുമില്ല ജയത്രയത്തിങ്കലും. ഈ മൂന്ന് ലോകത്തിലും ഈ അമ്മയും അച്ഛനും അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. അതിനെയാണ് നാം ആശ്രയിക്കേണ്ടത്. അതിനനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. അതിൻ്റെ പ്രഭാവത്താലാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പ്രതിഭാസങ്ങളും. അതിനാൽ അതിൻ്റെ മഹത്വത്തെ നാം നിരന്തരം സ്മരിക്കുകയും അതിനനുസരിച്ച് നാം ജീവിക്കുകയും അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അറിവ് സ്വാംശീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പരമമായ സത്യത്തെ അറിയാൻ സാധിക്കുന്നതാണ്. നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെയും അച്ഛനും അമ്മയും, ആ അമ്മയാകുന്ന പ്രകൃതിയും അച്ഛനാകുന്ന പരമാത്മാവും ആണ് എല്ലാവർക്കും ഏക ബന്ധു. ആ അച്ഛനെയും അമ്മയെയും ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല. ഉണ്ടായതെല്ലാം ഇല്ലാതെയാക്കുന്ന കാലത്തിന് ഈശനെ സ്പർശിക്കാനാകില്ല. ഈശ്വരാണേവർക്കും അച്ഛൻ, ദേവിതാനമ്മയേവർക്കും. അമ്മയും അച്ഛനുമല്ലാതെ സത്യമായി മറ്റൊന്നുമില്ല ജഗത്രയത്തിങ്കലും.